സഹോദരിമാര്, സ്ത്രീകളൊക്കെ ഇന്ന് നാട്ടിൽ വിധവകളുടെ ട്രിപ്പ്, വയസ്സത്തികളുടെ ട്രിപ്പ്, പ്രായമായവരുടെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന അവസ്ഥയിൽ നബി തങ്ങൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. ഒരു സ്ത്രീ ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന, ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന യാത്രയാണെങ്കിൽ ഒറ്റക്ക് പോകരുത്. ഇല്ലാദീ മഹ്റമിൻ അലൈഹ, അവളുടെ മഹ്റം കൂടെ ഉണ്ടാവണം. ആരാ മഹ്റം? അവളുടെ ഭർത്താവ്, അവളുടെ മകൻ, അവളുടെ ആങ്ങള, അവളുടെ ഉപ്പ, അങ്ങനെയുള്ള ആ മഹ്റമിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളില്ലാതൊരു പെണ്ണ് ഒറ്റക്ക് ദീർഘമായ യാത്രകൾ പറഞ്ഞയക്കരുത്. ഇതൊക്കെ ഇസ്ലാം അവിടുന്ന് എടുത്തു പറഞ്ഞ് സുരക്ഷക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. നീ എവിടെങ്കിലും ഒരു വഴിയിൽ ഇറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, എല്ലാ ഷർറിന്നും കാവൽ ചോദിച്ച് ഇത് പ്രാർത്ഥിക്കാൻ നബി തങ്ങൾ മാതൃക കാണിച്ചു തന്നു. ഇനി യാത്ര കഴിഞ്ഞാൽ വേഗത്തിൽ തിരിച്ച് വീട്ടിലെത്താൻ ശ്രമിക്കണം. ഇനിയും സമയമുണ്ടല്ലോ, ഇനിയുണ്ടല്ലോ ദിവസം. എന്താ പോയിട്ട് ഇത്ര തിരക്ക്? ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുക എന്നതാണ് സുന്നത്ത്. നബി തങ്ങൾ പറഞ്ഞു, അസ്സഫറു ഖിത്അതും മിനൽ അദാബ്, യാത്ര ശിക്ഷയുടെ ഒരു കഷ്ണമാണ്. ചെറിയൊരു ശിക്ഷയാണ് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ.